ഈ ഇടയ്ക്ക് ലണ്ടനിൽ ടാക്സി ഉപയോഗിച്ച് എനിക്ക് ചെറിയൊരു പണി കിട്ടി. അത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. സംഭവം ഇത്രയേ ഉള്ളൂ. ഞാൻ UK വന്നതിന് ശേഷം ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ കാർ എടുത്തുകൊണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ വളരെ ചുരുക്കമായിരുന്നു. അപ്പോൾ ട്രെയിനിലൊക്കെ യാത്രയും ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ട്യൂബൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുമായിരുന്നു. ഞാൻ ഈ ഇടയ്ക്ക് നാട്ടിൽ പോയിട്ട് വന്നപ്പം കാറ് അനൂപേട്ടൻ്റെ വീട്ടിലായിരുന്നു ഇട്ടിരുന്നത്, മൃദു ചേച്ചിയുടെ വീട്ടിൽ. അവിടെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ എയർപോർട്ടിൽ നിന്ന് ടാക്സി വിളിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പം യൂബറിനും ബോൾട്ടിനും 75, 68 പൗണ്ടൊക്കെ കാണിച്ചു. അപ്പോൾ ഞാൻ വെച്ചാൽ എൻ്റെ 3 പെട്ടി ഉണ്ടല്ലോ, ഇനിയിപ്പോൾ അവർ വന്നു കഴിയുമ്പോഴത്തേക്കും വലിയ പെട്ടി അത് കയറ്റാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ എക്സൽ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ജസ്റ്റ് പോയി ചുമ്മാ ലണ്ടൻ ടാക്സിയുടെ റേറ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ പ്രീപെയ്ഡ് ടാക്സിക്കാരുണ്ട് അവിടെ. അപ്പോൾ പ്രീപെയ്ഡുകാരോട് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഏകദേശം 45 പൗണ്ട്സ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ അതല്ലേ ലാഭം, വലിയ വണ്ടിയാണ്, സാധനം എല്ലാം കയറുകയും ചെയ്യും, ഇനി ബാർഗൈനിങ് ഒന്നും വേണ്ട, യൂബർ നോക്കിക്കേണ്ട, എല്ലാം കൊണ്ട് ഓക്കെയാണ്. അങ്ങനെ ലാസ്റ്റ് ലണ്ടൻ ടാക്സി തന്നെ ബുക്ക് ചെയ്ത് അവരോടും ഞാൻ പോസ്റ്റ് കോഡ് കാണിച്ചു കൊടുത്തു, സ്ഥലം പറഞ്ഞു കൊടുത്തു, ഫോണിൽ തന്നെ കാണിച്ചു കൊടുത്തു. അവർ ഓക്കെ ആണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. എൻ്റെ ഇടയ്ക്ക് അനൂപേട്ടൻ വിളിച്ചിട്ട് വെച്ചാൽ എവിടെ എത്തി, ഓക്കെ ഇല്ലേ? ഞാൻ ഓക്കെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ് യൂബർ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് 75 പൗണ്ട് കാണിച്ചു, ബോൾട്ടിനകത്ത് 68 പൗണ്ടാണ് കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ ലണ്ടൻ ടാക്സിയാണ് ബുക്ക് ചെയ്തത്, അവിടെ 45 പൗണ്ട്സേ ആയുള്ളൂ. ഇതെല്ലാം ഇംഗ്ലീഷിലുള്ള കീ നോട്ട്സ്, ആ ഓരോ വേർഡുകൾ കേട്ടിട്ട് അയാൾക്ക് മനസ്സിലായി ഞാൻ യൂബറിൽ ഇത്രയായി, ഈ ബോൾട്ടിൽ ഇത്രയായി, ലണ്ടൻ ടാക്സിൽ ഇത്രയും കുറവായി എന്ന് അയാൾക്ക് മനസ്സിലായി. അന്നേരം അയാൾ പറഞ്ഞ് അയാൾക്ക് അബദ്ധം പറ്റിയോ, എനിക്കിതിനകത്ത് കൂടുതൽ കിട്ടുമായിരുന്നു എന്നൊക്കെ അയാൾക്ക് മനസ്സിലായി. പെട്ടെന്ന് ഉള്ളി പ്ലേറ്റ് അങ്ങ് തിരിച്ച്, നീ പറയുന്ന സ്ഥലം വേറെയാണല്ലോ, ഇത് ഞാൻ ഉദ്ദേശിച്ച സെൻട്രലിൽ പോകണമെന്നാണ്, എനിക്കത് പറ്റത്തില്ല, എനിക്ക് നഷ്ടമാണ്, അതുകൊണ്ട് 80 പൗണ്ട് തരണം എന്നൊക്കെ. ഞാൻ പറയില്ല, പറ്റത്തില്ല. അങ്ങനെ ഞാനും പുള്ളിക്കാരനോട് തർക്കമായപ്പോഴത്തേക്ക് ശ്രീലക്ഷ്മി വൈഫ് കൂടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാർ പറഞ്ഞ് കുഴപ്പമില്ല, ഇനിയിപ്പോൾ നമുക്ക് കൊടുക്കാതെ. അപ്പോൾ എനിക്ക് ഇയാൾ 45 പറഞ്ഞ് ഏറ്റതാണ്, കൂടാതെ നമ്മുടെ പോസ്റ്റ് കോഡും കണ്ടതായിരുന്നു. പിന്നെന്തിനാ ഇയാൾ മാറ്റി പറഞ്ഞു. അപ്പോൾ എനിക്ക് അപ്പോഴേ പിടികിട്ടി, ഇത് നമ്മൾ ഫോണിൽ സംസാരിക്കുന്ന കേട്ടിട്ടാണ് ഇയാൾ റേറ്റ് മാറ്റിയെന്ന് മനസ്സിലായി. ആ സമയത്ത് തന്നെ ഞാൻ ഒരു ഡയലോഗ് അടിച്ച്, നീ പറഞ്ഞതൊക്കെ റെക്കോർഡാണ്. എൻ്റെ ഈ കാര്യം എന്താ അറിയോ, നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ ഒരു വീഡിയോയിൽ ഇതുപോലെ ഏതോ ഒരു സ്ഥലത്ത് ഇതുപോലെ പോയി പെട്ട് പുള്ളിക്കാരൻ റേറ്റ് പറഞ്ഞ് വണ്ടിയൊക്കെ എടുത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ടാക്സിക്കാരൻ റേറ്റ് മാറ്റി പറഞ്ഞു. ആ സമയത്ത് പുള്ളിക്കാരൻ വീഡിയോ പിടിച്ചുകൊണ്ടിരുന്നതൊക്കെ ഇതിനകത്ത് റെക്കോർഡഡ് ആയിട്ടുണ്ട്, റെക്കോർഡിംഗ് എല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വീഡിയോ കാണിച്ചിട്ട് പുള്ളിക്കാരൻ വീണ്ടും ബാർഗൈൻ ചെയ്ത് അങ്ങനെ ലാസ്റ്റ് അത് കൊടുക്കാതെ കണ്ടും ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ സ്ഥലം ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഞാൻ അതെൻ്റെ പെട്ടെന്ന് മൈൻഡിൽ കയറി വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ഇവർ പറ്റിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ കുറേ വർഷമായിട്ടുള്ളതാണ്, നീ പറ്റിക്കൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഒരു വ്യക്തി സമ്മതിക്കുന്നില്ല. ആളൊരു ആഫ്രിക്കക്കാരനായിരുന്നു. ലാസ്റ്റ് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ട്, നീ സംസാരിച്ച റെക്കോർഡിംഗ് എല്ലാം എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ. അന്നേരം അയാളൊന്നും മിണ്ടിയില്ല. അയാൾ പെട്ടെന്ന് വിഷയം മാറ്റിയിട്ട് പിന്നെ ഒരു സാധുവിൻ്റെ രീതിയിൽ തന്നെ എനിക്ക് ഭയങ്കര നഷ്ടമായി ഉണ്ടായിപ്പോയി, എനിക്ക് പെട്രോൾ നഷ്ടമാണ്. അതായത് ഞാൻ പറഞ്ഞു 80 പൗണ്ടിൻ്റെ പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ ഒരു ഫുൾ ടാങ്ക് കിട്ടും, എനിക്ക് 20 മിനിറ്റ് പോലും യാത്ര ചെയ്യാനില്ല, ഏതാണ്ട് 15 മൈൽ പോലും ഇല്ല, നീ പിന്നെ എന്തിനാണ് 10 പൗണ്ടിൻ്റെ പോലും പെട്രോൾ ആവുന്നില്ല, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ കള്ളം പറയുന്നതൊക്കെ ഞങ്ങളത് തർക്കിച്ച് ലാസ്റ്റ് പുള്ളിക്കാർ സമ്മതിച്ചു. അതെല്ലാം 80 പൗണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് ഈ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡിംഗ് ഉണ്ട്, നീ പറഞ്ഞെല്ലാം എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അയാൾക്കൊന്നും പറയാനില്ല. ലാസ്റ്റ് പുള്ളിക്കാരൻ വണ്ടി കൊണ്ട് നിർത്തി, ആ വീട്ടിൽ കൊണ്ട് നിർത്തി, നമ്മൾ ബാഗൊക്കെ എടുത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അയാൾ വന്ന് ആ വീഡിയോ കാണിച്ച് നീ ഡിലീറ്റ് ചെയ്യണം, നിനക്ക് അറിഞ്ഞുകൂടായോ വീഡിയോ പ്രൊട്ടക്ഷനിലെ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ. ഞാൻ പറഞ്ഞു അതൊക്കെ എനിക്കറിയാം, ഞാൻ വർക്ക് ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ്, നിൻ്റെ ഓഡിയോ മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ, നിൻ്റെ ഫേസ് ഇല്ല, നിൻ്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് നീ പേടിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഇയാൾ പിന്നെ എൻ്റെ അടുത്ത് പ്ലീസൊക്കെ പറഞ്ഞ് ആ വീഡിയോ എന്നെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ച് പുള്ളിക്കാരനൊക്കെ പോവുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, പുതിയതായിട്ട് ആരെങ്കിലും UK വരുന്നു, അല്ലെങ്കിൽ ആദ്യമായിട്ട് ആരെങ്കിലും UK വരുന്നു, അവർ ടാക്സി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കോൺവെർസേഷൻ യൂബറിലാണെങ്കിലും ബോൾട്ടിലാണെങ്കിലും പേടിക്കേണ്ട കാര്യം, ഓൾറെഡി അതിനകത്ത് റെക്കോർഡാണ് നിങ്ങൾ പറയുന്നത് എത്രയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ. സോ നിങ്ങൾ ടാക്സിയാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ പറ്റുവാണെങ്കിൽ ഒരു ഓഡിയോ റെക്കോർഡിങ് ചെയ്ത് വെക്കുക നിങ്ങൾ സംസാരിക്കുന്നത്. കാര്യം അവിടെ വണ്ടി കൊണ്ട് നിർത്തിയതിന് ശേഷം അവർ ഇതുപോലെ റേറ്റൊക്കെ മാറ്റി പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരായിരിക്കും. എല്ലാവരും ഒന്നും അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ 100-ൽ 1-2 പേരോ കാണത്തുള്ളൂ. എങ്കിലും എനിക്കിങ്ങനെ ഒരു പണി കിട്ടിയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, then bye, താങ്ക് യു.